ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഇത് നല്ല നെയ്യുള്ള ബീഫാണ്, എന്നാൽ ഇതിൽ എല്ലൊന്നും ഇല്ലാത്ത പീസുകളാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. അതിലായിട്ട് നമ്മൾ ചേർക്കുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ബീഫ് വെന്ത് കഴിയുമ്പോൾ ചൂടാക്കിയിട്ട് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നുകൂടെ ചേർക്കും. അതുകൊണ്ടാണ് അതിൻ്റെ അളവ് കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അത് മറന്നുപോയതല്ല. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ അടിക്കുമ്പോൾ ബീഫ് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് നമ്മളിവിടെ ഉപ്പ് ചേർക്കാതെയാണ് വേവിക്കാറുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, തക്കാളി, സവാള. തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം തക്കാളി ഇട്ടിട്ടില്ല. ഇതൊക്കെയാണ് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യം. ഇതിൽ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈ ചതച്ചെടുത്തതിന് 1 സ്പൂണാണ് നമ്മളിപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സവാളയും കൂടെ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ പൊടികളൊക്കെ അതിലേക്കൊന്ന് പിടിച്ച് വരും. ഞാൻ എന്തായാലും കുക്കറിലേക്ക് ഇടുന്നതിന് മുമ്പ് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല, കാരണം ഇത് നല്ല നെയ്യുള്ള ബീഫാണ്. അതുപോലെ തന്നെ ഞാൻ കഴുകി വെച്ചപ്പോൾ ആ പൊടികൾ ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് വെള്ളം ഊറി വരുന്നുണ്ടായിരുന്നു. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പൊടികളൊന്നും ഇതിൻ്റെ കഷ്ണത്തുമ്പോൾ അങ്ങോട്ട് പിടിച്ച് കിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ അധികം വെള്ളം കൂടുതൽ ചേർക്കാത്തത്. അപ്പോൾ നമ്മൾ ബീഫ് എല്ലാം കുക്കറിലാക്കിയിട്ടുണ്ട്, എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വിസിൽ വരട്ടെ. ആ സമയം കൊണ്ട് ഇനി നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. അതിനായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചൂടാക്കി വെക്കാൻ പോവാണ്. ഒരു 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളിയുടെ ബാക്കിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ വെന്ത് വന്നപ്പോൾ ഇത്രയും വെള്ളത്തിലുണ്ട് കേട്ടോ. ഇതിൽ എത്ര വിസിലെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ചാണ് അതിൻ്റെ വിസിൽ വരുന്നത്. ഞാനിപ്പോൾ ഒരു 7 വിസിലിൽ എനിക്ക് ഈ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെന്ത് വന്ന ബീഫിലേക്ക് നമ്മൾക്ക് ഉപ്പും പിന്നെ ചൂടാക്കി വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയും മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതും കുറച്ചധികം കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് തട്ടി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളതോ ഒരുപാട് ഗ്രേവി ആയിട്ടുള്ള കറിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ കഷ്ണങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് കുറച്ച് വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് ആഡ് ചെയ്യുന്നുള്ളൂ. ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഈ കായ വേവിച്ചെടുത്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി കഴിഞ്ഞിട്ടാണ് ഈ കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ എന്തെങ്കിലും കുരുമുളക് പൊടിയോ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ ഒന്നുകൂടെ അടച്ചു വയ്ക്കുന്നു. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാത്ത നല്ല തനി നാടൻ ബീഫ് കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.